ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ബോട്ടണിയിലെ 2 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ഈ ഭാഗത്ത് നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ മക്കൾ വേഗം വായോ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, നോട്ടീസ് ദ ജീൻസ് ഗിവൺ ബിലോ. എന്താണ്? കുറച്ച് ജീനുകളുടെ പേരുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ജീനുകൾ? ഒന്ന് വായിച്ചേ. ക്രൈവൺ എ സി, ക്രൈവൺ എ ബി, ക്രൈ2 എ ബി. എവിടെയാണ് നമ്മൾ ഈ ജീനിന്റെ പേര് കേട്ടിരിക്കുന്നത്? BT കോട്ടൺ എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ താഴെയാണ് നമ്മൾ ഈ ജീന്റെ പേര് കേട്ടിരിക്കുന്നത്, അല്ലെ? BT കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ പ്ലാന്റില് എന്താണ് അവരെ ഉപദ്രവിക്കാനായിട്ട് കുറച്ച് എന്ത് വരും? വേംസ് വരും, അല്ലെ? ഈ വേംസിനെ എതിർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? കുറച്ച് ജീനിനെ വെച്ചു കൊടുത്തു, അല്ലെ? ആ ജീൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രൈജീൻ. അതിൽ തന്നെ 3 വെറൈറ്റി ഓഫ് ജീനുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ക്രൈവൺ എ സി, ക്രൈ2 എ ബി ആൻഡ് ക്രൈവൺ എ ബി, അല്ലെ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചൂസ് ദ ജീൻ ദാറ്റ് കൺട്രോൾസ് കോൺ ബോറർ ഫ്രം ദ എബോവ്. 2 ടൈപ്പ് പുഴുക്കളാണ് പ്രധാനമായിട്ടും നമ്മുടെ കോട്ടൺ പ്ലാന്റിനെ എഫക്ട് ചെയ്യുന്നത്. ഒന്നാമത്തത് കോൺ ബോററും, രണ്ടാമത്തത് ഏതാണ്? കോട്ടൺ ബോൾവർമ്സും. 2 ടൈപ്പ്. ഈ 2 ടൈപ്പ് ആൾക്കാരെ എതിർക്കാൻ വേണ്ടിയിട്ട്, ഈ പുഴുക്കളെ എതിർക്കാൻ വേണ്ടിയിട്ട് 3 ടൈപ്പ് ജീനുകളാണ് ഉള്ളത്. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കൺട്രോൾ കോൺ ബോറർ. കോൺ ബോറർ എന്ന് പറഞ്ഞ പുഴുവിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന ജീൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർമ്മയുണ്ടോ? ഏതാണ് ജീൻ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്രൈവൺ എ ബി. ക്രൈവൺ എ ബി എന്ന് പറഞ്ഞ ജീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആരെ കൊല്ലുന്നത്? കോൺ ബോററെ കൊല്ലുന്നത്. ഓക്കെ, അപ്പൊ ക്രൈവൺ എ ബി ആണ് എന്തിന്റെ ആൻസർ? കോൺ ബോററെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന ക്രൈജീൻ. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ? കൺട്രോൾ കോട്ടൺ ബോൾവർമ്സ്. ഇനി കോട്ടൺ ബോൾവർമ്സിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ജീൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്റെ മക്കൾ എഴുതേണ്ടത് ഏതാണ്? ക്രൈവൺ എ സിയും എഴുതാം, ക്രൈ2 എ ബിയും എഴുതാം. ഓക്കെ, അപ്പൊ ക്രൈവൺ എ സിയും ക്രൈ2 എ ബിയും ഉത്തരമായിട്ട് വരണമെങ്കിൽ ചോദ്യം എന്തായിരിക്കണം? കൺട്രോൾ കോട്ടൺ ബോൾവർമ്സ്. ഓക്കെ, പുഴു കോട്ടൺ ബോൾവർമ്സ് ആയിരിക്കണം. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? കോൺ ബോറർ ആണ്. കോൺ ബോറർ ആണെങ്കിൽ ക്രൈവൺ എ ബി ആണ്. ഓക്കെ, അപ്പൊ 3 തരത്തിലുള്ള ക്രൈജീനുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിന് തൊട്ട് ശേഷമുള്ള ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ബാക്ടീരിയ ഫ്രം വിച്ച് ദ ക്രൈജീൻ വർ ഐസൊലേറ്റഡ്. ഇനി ഈ ക്രൈജീൻ ഏത് ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അല്ലെ? BT കോട്ടൺ എന്ന പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ. BT ഫോർ ബാസിലസ് തുരഞ്ചെനിസിസ്. ബാസിലസ് തുരഞ്ചെനിസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്നാണ് നമ്മൾ എന്തിനെടുത്തിരിക്കുന്നത്? ഈ ക്രൈജീനിനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ക്രൈവൺ എ സിയും ക്രൈവൺ എ ബിയും ക്രൈ2 എ ബിയും ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്നാണ്? ബാസിലസ് തുരഞ്ചെനിസിസ്. അപ്പൊ 2 മാർക്ക് കിട്ടിയാലോ? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 2 മാർക്സ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഒന്ന് പറഞ്ഞേ. വായിച്ചേ. ഇൻഫെക്ഷൻ ബൈ നെമറ്റോഡ് കോസ് threat to cultivation and yield loss of tobacco plants. A strategy has been developed at RNA level to control this infestation. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ടൊബാക്കോ പ്ലാന്റിന്റെ വിളവിനെ വളരെയധികം കുറച്ച ഒരു നെമറ്റോഡ് ആണ് എന്ത്? മെലോഡിഗനി ഇൻകോഗ്നിറ്റ. ഇവന്മാർ എന്ത് ചെയ്യും? ഈ ടൊബാക്കോ പ്ലാന്റിന്റെ മിനറൽസ് ഒക്കെ വലിച്ചെടുത്തിട്ട് ടൊബാക്കോ പ്ലാന്റിന്റെ ഈൽഡ് കുറയ്ക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു മെക്കാനിസം ആണ് എന്ത്? RNA ഇന്റർഫറൻസ് എന്ന ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ടൊബാക്കോ പ്ലാന്റിനെ രക്ഷിച്ചെടുത്തത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ പ്രോസസ്. ഏത് ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ രക്ഷിച്ചത്? ഏതാണ് ആ പ്രോസസ്? RNA ഇന്റർഫറൻസ്. RNA ഇന്റർഫറൻസ്. ഇനി എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോസസ് വർക്ക്സ് അറ്റ് മോളിക്കുലർ ലെവൽ. ഇനി എന്താണ് RNA ഇന്റർഫറൻസ് എന്നാണ് 2ാമത്തെ ചോദ്യം. ഓക്കെ, ഇതിന്റെ ആൻസർ കിട്ടിയാലേ ഇതിന്റെ ആൻസർ പറയാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവർ ചോദിക്കുന്നത്. എന്താണ് RNA ഇന്റർഫറൻസ്? എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ് RNA ഇന്റർഫറൻസ്, അല്ലെ? നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ പ്രതിരോധത്തിനായിട്ട്, അതായത് സെല്ലുലാർ ഡിഫൻസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ആണ് എന്ത്? RNA ഇന്റർഫറൻസ്. ഓക്കെ, അപ്പൊ എന്താണ് RNA ഇന്റർഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എഴുതേണ്ടത് എന്താണ്? RNA ഇന്റർഫറൻസ് പ്രസന്റ് ഇൻ ഓൾ യൂകാരിയോട്ടിക് ഓർഗാനിസം.
As a cellular defense, it prevent mRNA translation. mRNA translation പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി ഉപയോഗിക്കുന്ന ഒരു സെല്ലുലാർ ഡിഫൻസ് ആണ് എന്ത് RNA ഇന്റർഫറൻസ്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചറിവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നെമറ്റോഡ് ലൈക്ക് മെലോഡി ഗൈനി ഇൻകോഗ്നിറ്റ. ഏത് നെമറ്റോഡാണ് ടൊബാക്കോ പ്ലാന്റിനെ എഫക്ട് ചെയ്യുന്നത്? ഏത് നെമറ്റോഡാ? ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെലോഡി ഗൈനി ഇൻകോഗ്നിറ്റ. ഈ മെലോഡി ഗൈനി ഇൻകോഗ്നിറ്റ എന്ത് ചെയ്യും? ടൊബാക്കോ പ്ലാന്റിന്റെ വേരുകളിൽ ഇങ്ങനെ ബോൾ പോലെ ഉണ്ടാക്കും. എന്നിട്ട് അവന്മാർ ഇതിൽ കൂടെ എന്ത് വലിച്ചെടുക്കും? ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കും. ഈ നെമറ്റോഡ് വന്നിട്ട് ഈ ബോൾസിൽ കൂടെ ഇങ്ങനെ വീർത്തിരിക്കുന്ന വേരിൽ കൂടെ എന്തിനെ വലിച്ചെടുക്കും? ഈ ചെടിയിൽ നിന്ന് ന്യൂട്രിയൻസ് ഇങ്ങനെ മിനറൽസ് ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പൊ മിനറൽസ് കിട്ടാതെ ടൊബാക്കോ പ്ലാന്റിന് ഈൽഡ് നഷ്ടപ്പെട്ട് അവൻ എന്താകും? ഈൽഡ് കുറവേ കൊടുക്കുള്ളൂ. ഇതാണ് പ്രശ്നം. ഇത് എതിർക്കാൻ വേണ്ടി ചെയ്ത മെക്കാനിസം ആണ് എന്ത്? RNA ഇന്റർഫറൻസ്. ഇവിടെ എന്താ ചെയ്തതെന്ന് എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? ഇത് പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കട്ടാ. ഓക്കെ, എന്താണ് മക്കളെ? അതായത് ഇത് നമ്മുടെ ടൊബാക്കോ പ്ലാന്റിന്റെ വേരാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ എന്താ സംഭവിക്കുക? നെമറ്റോഡ് വന്നിട്ട് ഇങ്ങനെ മിനറൽസ് ഇങ്ങനെ ഈ റൂട്ടിൽ കൂടി ഇങ്ങനെ മിനറൽസ് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുടിക്കും തോറും ചെടിക്ക് കിട്ടുന്ന മിനറൽസ് മൊത്തം ആര് വലിച്ചെടുക്കാൻ തുടങ്ങി? നമ്മുടെ നെമറ്റോഡ് വലിച്ചെടുക്കാൻ തുടങ്ങി. ഈ നെമറ്റോഡിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? മെലോഡി ഗൈനി ഇൻകോഗ്നിറ്റ. ഇതിനെ എതിർക്കാൻ വേണ്ടി എന്താണ് ചെയ്തതെന്ന് അറിയോ? ആ മെക്കാനിസം ആണ് RNA ഇന്റർഫറൻസ്. നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ ശ്രദ്ധിച്ചോട്ടാ, നമ്മുടെ ഒരു സെല്ലാണെങ്കിൽ ഈ സെല്ലിൽക്ക് പുതിയതായിട്ട് ഒരു വൈറസോ എന്തെങ്കിലും അകത്തേക്ക് കയറിയെന്ന് വിചാരിക്കാം. ഇവൻ ആദ്യം എന്ത് ചെയ്യും? ഈ വൈറസ് എന്ത് ചെയ്യും? ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ mRNA പിന്നീട് അതിന് ട്രാൻസ്ലേഷൻ സംഭവിച്ചിട്ട് പ്രോട്ടീനെ ഉണ്ടാക്കും. ഈ പ്രോട്ടീൻ ആണ് നമ്മുടെ ബോഡിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരു വൈറസ് ടീച്ചറുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വൈറസ് എന്ത് ചെയ്യും? ആദ്യം തന്നെ അവിടെ mRNA ഉണ്ടാക്കും. mRNAക്ക് ട്രാൻസ്ലേഷൻ സംഭവിച്ചതിന് ശേഷം പ്രോട്ടീൻ ആയതിനു ശേഷം ആ പ്രോട്ടീൻ ആണ് ടീച്ചറെ എന്ത് ചെയ്യുക? ഉപദ്രവിക്കുക. അപ്പൊ പ്രോട്ടീൻ ഉണ്ടായില്ലെങ്കിൽ ടീച്ചർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ടീച്ചർ രക്ഷപ്പെടും. അപ്പൊ പ്രോട്ടീൻ ഉണ്ടാവാതിരിക്കാൻ ടീച്ചറുടെ ബോഡി അല്ലെങ്കിൽ ഏത് ജീവിയുടെ ബോഡി ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ട്. എന്താണെന്നറിയോ? ഈ പുറത്തുനിന്ന് വന്ന് ഈ ഓർഗാനിസം വന്നു കഴിഞ്ഞാൽ അവൻ ഉടനെ mRNA ഉണ്ടാക്കും. അപ്പൊ തന്നെ ഈ ജീവിയുടെ ബോഡി എന്തിനുണ്ടാക്കുന്നറിയോ? 2 RNA സ്ട്രാൻഡുകളെ ഉണ്ടാക്കും. ആ 2 RNA സ്ട്രാൻഡുകളെ വിളിക്കുന്ന പേരാണ് സെൻസ് RNA ആൻഡ് ആന്റി സെൻസ് RNA. എന്തൊക്കെയാണ് മക്കളെ പറഞ്ഞേ? സെൻസ് RNAയും ആന്റി സെൻസ് RNA 2 RNAസിനെ ഉണ്ടാക്കും. ഈ 2 RNAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പരസ്പരം എന്താണ്? കോംപ്ലിമെന്ററി ആണ്. അതായത് രണ്ടുപേരും എന്താണ്? പരസ്പരം കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം എന്താകും? ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഈ ബൈൻഡ് ചെയ്ത RNA വന്നിട്ട് നമ്മുടെ ഈ വൈറസ് പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന പാത്തോജൻ പ്രൊഡ്യൂസ് ചെയ്ത mRNAയുമായിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ബൈൻഡ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയോ? ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ അതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കണം. ഇപ്പൊ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ നമ്മുടെ mRNA? അല്ല. എന്ത് പറ്റി? നമ്മുടെ ഈ mRNAയുമായിട്ട് ആര് ബൈൻഡ് ചെയ്തു? സെൻസ് RNAയും ആന്റി സെൻസ് RNAയും പോയി ബൈൻഡ് ചെയ്തു. അപ്പൊ സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ലാത്തത് കൊണ്ട് ഇവർക്ക് എന്ത് പറ്റും? ഒരിക്കലും എന്ത് നടക്കില്ല? ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടാവില്ല. അങ്ങനെ പ്രോട്ടീൻ ഉണ്ടായില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല അല്ലെ? പുറത്തുനിന്നൊരു ജീവി വന്നു അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ഓർഗാനിസം വന്നു. ആരാ വന്നത്? വൈറസോ പാത്തോജനോ എന്തോ ആയിക്കോട്ടെ, അവന് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ വല്ല കുഴപ്പമുണ്ടോ? നമുക്ക് എന്തെങ്കിലും പറ്റും? ഒന്നും പറ്റില്ല. അവസാനം ഇവർക്ക് ഇവരുടെ ഫംഗ്ഷൻ നടത്താൻ പറ്റാതെ അവരെന്തായിക്കോളും? ചത്തുപോയിക്കോളും. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? RNA ഇന്റർഫറൻസ്. mRNAക്ക് ട്രാൻസ്ലേഷൻ നടക്കുന്നത് തടയുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? RNA ഇന്റർഫറൻസ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതെങ്ങനെയാണ് ടൊബാക്കോ പ്ലാന്റിൽ നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ടീച്ചർ നമ്മുടെ നെമറ്റോഡ് വന്നു, മെലോഡി ഗൈനി ഇൻകോഗ്നിറ്റ വന്നു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ ബോൾ പോലെ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാക്കി. എന്നിട്ട് ഇവൻ ആദ്യം തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു mRNA ഉണ്ടാക്കും. ഓക്കെ, ഈ mRNA ആണ് പിന്നെ എന്തായി മാറുന്നത്? പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. ഈ പ്രോട്ടീൻ വഴിയാണ് ഇവരെന്ത് ചെയ്യുക? ചെടിയുടെ ബോഡിയിൽ നിന്ന് മിനറൽസിന് ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഈ പ്രോട്ടീൻ ഉണ്ടായില്ലെങ്കിൽ മിനറൽസിനെ വലിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ നെമറ്റോഡിന്? മെലോഡി ഗൈനി ഇൻകോഗ്നിറ്റയ്ക്ക് പ്രോട്ടീൻസ് ഇല്ലെങ്കിൽ വലിച്ചെടുക്കാൻ പറ്റുമോ മിനറൽസിനെ? ഇല്ല. അപ്പൊ മിനറൽസിനെ വലിച്ചെടുക്കാതിരിക്കണമെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവുന്നത് തടയണം. അതിനെന്താ ചെയ്യാന്നറിയോ? ഇവിടെ ഉണ്ടാവുന്ന ഈ mRNAക്ക് എതിരായിട്ടുള്ള സെൻസ് RNAനെയും ആന്റി സെൻസ് RNAനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ജീനിനെ നമ്മൾ എവിടേക്ക് വെച്ചു കൊടുക്കും? ഈ ടൊബാക്കോ പ്ലാന്റിന്റെ ബോഡിയിലേക്ക് വെച്ചു കൊടുക്കും. ടീച്ചർ പറഞ്ഞത് ഇവിടെ ഉണ്ടാവുന്ന ഈ നെമറ്റോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന mRNAക്ക് എതിരായിട്ടുള്ള ആന്റി സെൻസ് RNAയെയും സെൻസ് RNAയെയും
പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ജീനിനെ നമ്മൾ എവിടെയൊക്കെ വെച്ചു കൊടുക്കും? ഈ ടൊബാക്കോ പ്ലാന്റിന്റെ ബോഡിയിലേക്ക് വെച്ചു കൊടുക്കും. ഈ ടൊബാക്കോ പ്ലാന്റിന്റെ ബോഡിയിൽ എന്തുണ്ട്? ആന്റിസെൻസ് ആർഎൻഎയും സെൻസ് ആർഎൻഎയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളുണ്ട്. ഇനി ഇതൊന്നും അറിയാതെ നമ്മുടെ നെമറ്റോഡ് വരും. നെമറ്റോഡ് വന്നിട്ട് എന്ത് ചെയ്യും? mRNA പ്രൊഡ്യൂസ് ചെയ്യും. mRNA പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ സെക്കൻഡില് ഈ ചെടി എന്ത് ചെയ്യും? സെൻസ് ആർഎൻഎയും ആന്റിസെൻസ് ആർഎൻഎയും പ്രൊഡ്യൂസ് ചെയ്യും. ഇവർ പരസ്പരം ബൈൻഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇവൻ വന്ന് നേരെ ആരായിട്ട് ബൈൻഡ് ചെയ്യും? mRNAയുമായിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ? അല്ല. പിന്നെ അതിന് ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ mRNA എന്തായി? എന്ത് പറ്റി? ട്രാൻസ്ലേഷൻ നടക്കാതെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നെമറ്റോഡിന് മിനറൽസിനെ വലിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഈ പ്രോട്ടീൻസിൽ കൂടെയാണ് അവർ എന്തിനെ വലിച്ചെടുത്തോണ്ടിരുന്നിരുന്നത്? മിനറൽസിനെ വലിച്ചെടുത്തോണ്ടിരുന്നിരുന്നത് അല്ലേ? അപ്പൊ അതിന് പറ്റില്ല. മനസ്സിലായോ? അപ്പോ ഇവർക്ക് എന്ത് കിട്ടി? മിനറൽസ് കിട്ടാതെ നെമറ്റോഡ് ചത്തുപോയി. ടൊബാക്കോ പ്ലാന്റിന് തിരിച്ച് നല്ല ഈൽഡ് കിട്ടി. ഇതാണ് RNA ഇന്റർഫറൻസ്. തെറ്റല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് കേട്ടോ, പഠിക്കണം. ഓക്കെ, നോട്ട് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം, നമ്മുടെ നോട്ടിലുണ്ട്. ഓക്കെ, അടുത്തത് ഒബ്സർവ് ദ ഗിവൻ ഡയഗ്രാം ഷോയിങ് ദ പ്രോസസ് ഓഫ് മെച്ചുറേഷൻ ഓഫ് ഇൻസുലിൻ. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പ്രോ ഇൻസുലിൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ബോഡിയിലൊക്കെ ഇൻസുലിൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഇനാക്റ്റീവ് സ്റ്റേജിലാണ് അല്ലെ? പ്രോ ഹോർമോൺ ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഇൻസുലിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ആരാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്? പാൻക്രിയാസ് അല്ലെ? നമ്മുടെ ബോഡിയിലെ ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കുന്ന ആളാണ് ആര്? ഇൻസുലിൻ. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഒരു പ്രത്യേകതയുണ്ട്, ഇവൻ എപ്പോഴും ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, ഇവൻ ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഇവൻ എന്താവുക? ആക്റ്റീവ് ആയിട്ട് മാറാം. അങ്ങനെ ഇനാക്റ്റീവ് സ്റ്റേജിലുള്ള ഇൻസുലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോ ഇൻസുലിൻ. അങ്ങനെയാണെങ്കിൽ പ്രോ ഇൻസുലിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് ഇവിടെ ഫിഗർ കണ്ടോ? ഇതാണ് നമ്മുടെ പ്രോ ഇൻസുലിൻ. എന്താണ്? അതെ, ഇങ്ങനെയായിരിക്കും പ്രോ ഇൻസുലിൻ ഇരിക്കുക. ഈ പ്രോ ഇൻസുലിന് 3 ചെയിൻസ് ആണ് ഉള്ളത്. എത്ര ചെയിൻസ് ആണ് ഉള്ളത് പറഞ്ഞിടാ? 3. ഇത് എ ചെയിൻ, ഇത് ബി ചെയിൻ, ഇത് സി ചെയിൻ. എത്ര ചെയിനാണ് ഉള്ളത്? എ ചെയിൻ, ബി ചെയിൻ, സി ചെയിൻ. ഇതാണ് പ്രോ ഇൻസുലിന്റെ സ്ട്രക്ചർ. ഇനി അടുത്തത് എന്താണ്? വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദ പ്രോ ഇൻസുലിൻ വെൻ ഇറ്റ് ബിക്കം എന്താ? ആക്റ്റീവ് ഇൻസുലിൻ അല്ലെങ്കിൽ മെച്ചുവർ ഇൻസുലിൻ. ഇനി ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ ആവശ്യമുള്ള സമയത്ത് എന്താകും? ആക്റ്റീവ് ആകും അല്ലെങ്കിൽ മെച്ചുവർ ഇൻസുലിൻ ആവും അല്ലെ? അങ്ങനെ മെച്ചുവർ ഇൻസുലിൻ ആവുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ? ഇനാക്റ്റീവ് ആയിരിക്കുന്നതും ആക്റ്റീവ് ആയിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ലടാ, സിമ്പിൾ ആണ്. ഇങ്ങനെ ഇരുന്നിരുന്ന ആൾക്ക് എന്ത് പറ്റും അറിയോ? ഈ സി ചെയിൻ കണ്ടോ എന്റെ മക്കള്? ഈ സി ചെയിൻ കണ്ടോ? ഈ സി ചെയിൻ അങ്ങ് ഡിലീറ്റ് ആയി. ഓക്കെ, മെച്ചുവർ ആവണമെങ്കിൽ നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിന്റെ സി ചെയിൻ എന്താകും? ഡിലീറ്റ് ആയി പോകും. ബാക്കി ആരൊക്കെയുണ്ട്? എ ചെയിൻ ഉണ്ട്, ബി ചെയിൻ ഉണ്ട്. എന്നിട്ട് ഇവർക്കിടയിൽ എന്ത് സംഭവിക്കുന്നു അറിയോ? ഒരു ഡൾ സൾഫൈഡ് ബോണ്ടുമായിട്ട് ലിങ്കേജ് വരും. ഡൾ സൾഫൈഡ് ലിങ്കേജ് വരും എന്ന് പറഞ്ഞാൽ എന്താ? 2 സൾഫർ ബോണ്ടുകൾ അല്ലെങ്കിൽ 2 സൾഫർ മൂലകങ്ങൾ തമ്മിൽ എലമെന്റ്സ് കൊണ്ടുള്ള ഒരു ബോണ്ട് അവർക്ക് വരും. ഇതാണ് ആരുടെ സ്ട്രക്ചർ? ആക്റ്റീവ് അല്ലെങ്കിൽ മെച്ചുവർ ഇൻസുലിന്റെ സ്ട്രക്ചർ. മനസ്സിലായോ? അപ്പൊ പ്രോ ഇൻസുലിനും മെച്ചുവർ ഇൻസുലിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്രോ ഇൻസുലിൻ എത്ര ചെയിൻ ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇനി അത് മെച്ചുവർ ആകുമ്പോൾ അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻസുലിനായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? സി ചെയിൻ എന്താകും? ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് അവർക്കിടയിൽ ഡൈസൾഫൈഡ് ലിങ്കേജ് വരും. എത്ര സൾഫർ ഉണ്ട്? 2 ഉണ്ട്. അതുകൊണ്ടാണ് ഡൈസൾഫൈഡ് ലിങ്കേജ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ സ്ട്രക്ചർ ഓഫ് പ്രോ ഇൻസുലിൻ ഡിഫർ ഫ്രം മെച്ചുവർ ഇൻസുലിൻ? ഇങ്ങനെയും ചോദിക്കാം. 3 മാർക്കിന്റെ ചോദ്യമായിട്ട്, അല്ലെങ്കിൽ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇത് തന്നെ സെയിം തന്നെ എഴുതി വെക്കാം. എന്താണ്? ആക്റ്റീവ് ഇൻസുലിൻ 3 ചെയിൻ ഉണ്ട്, എ ചെയിൻ, ബി ചെയിൻ, സി ചെയിൻ. നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്ക് 3 ചെയിൻ ഉണ്ട്, എ ചെയിൻ, ബി ചെയിൻ, സി ചെയിൻ. ഇനി ആക്റ്റീവ് അഥവാ മെച്ചുവർ ഇൻസുലിന് 2 ചെയിനേ ഉള്ളൂ. എ ചെയിൻ ഉണ്ട്, ബി ചെയിൻ ഉണ്ട്. അവരെ രണ്ടുപേരെ എന്ത് വെച്ച് കണക്ട് ചെയ്യും? ഡൈസൾഫൈഡ് ലിങ്കേജുമായിട്ട്. വാട്ട് ആർ ദ ട്രാൻസ്ജെനിക് അനിമൽസ്? എന്താണ് ട്രാൻസ്ജെനിക് അനിമൽസ്? ഓർമ്മയുണ്ടോ? ഒരു ജീവിയുടെ ബോഡിയിൽ ഫോറിൻ ജീൻ, പുറത്തു നിന്ന് വേറെ ഏതെങ്കിലും ഒരു ജീനിനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അനിമലിനെ വിളിക്കുന്ന പേരാണ് എന്താ? ട്രാൻസ്ജെനിക് അനിമൽ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? എന്തൊക്കെയാണ്? മെൻഷൻ 2 യൂസസ് ഓഫ് ട്രാൻസ്ജെനിക് അനിമൽസ്. ടീച്ചർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെനിക് അനിമൽസ് ആർ ദോസ് അനിമൽസ് ഹാവ് ഫോറിൻ DNA. റീസൺ അടുത്തത് കേട്ടോ, വേറെയാണ് കേട്ടോ, അടുത്ത സെന്റൻസ് ആണേ. ഓക്കെ, അപ്പൊ എന്താണ് ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന്? ഇത്ര എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. എന്താണ് ട്രാൻസ്ജെനിക് അനിമൽസ്? അനിമൽസ് ആണ്. ട്രാൻസ്ജെനിക് അനിമൽസ് ആർ ദോസ് അനിമൽസ് ഹാവ് ഫോറിൻ DNA. ഫോറിൻ DNA, പുറത്തു നിന്നൊരു DNA വേറൊരു ജീവിയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജീവിയെ വിളിക്കുന്ന പേരാണ് എന്താ? ട്രാൻസ്ജെനിക് അനിമൽസ്.
ഇനി എന്താണ് ട്രാൻസ്ജനിക് അനിമൽസിന്റെ യൂസസ്? രണ്ടെണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചർ ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കാൻ, രണ്ടാമത് സ്റ്റഡി ഓഫ് ഡിസീസസ്, രോഗങ്ങളെ പറ്റി പഠിക്കാൻ, മൂന്നാമത്തത് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, ഓക്കെ, കെമിക്കൽസിന്റെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ, അടുത്തത് വാക്സിൻ സേഫ്റ്റി, വാക്സിന്റെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ, അടുത്തത് ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പഠിക്കാം. ഓക്കെ, അടുത്തത് expand ELISA and write down the principle involved in this technique. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് കേട്ടോ, അപ്പൊ പഠിക്കണം. ഓക്കെ, എന്താണ് എലിസ? ഓർമ്മയുണ്ടോ എന്താണ് എലിസ? എലിസയുടെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് എസ്സേ. പറഞ്ഞ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് എസ്സേ. ഇത് നമ്മൾ പ്രധാനമായിട്ടും എയ്ഡ്സ്, അതായത് എയ്ഡ്സ് HIV പേഷ്യൻസിന് HIV ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോളിക്കുലാർ ഡയഗ്നോസിസ് ആണ് എന്താ? എലിസ. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എലിസ. ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ജസ്റ്റ് ഇത് പഠിച്ചു വെക്കാം. പ്രിൻസിപ്പിൾസ് ഈസ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, പ്രിൻസിപ്പിൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എലിസ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാം. അടുത്തത് early diagnosis is essential for the effective treatment of a disease. Write any 2 molecular diagnosis. എന്താണ് മോളിക്കുലാർ ഡയഗ്നോസിസ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? ഞാൻ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു രോഗമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡ് അല്ലെങ്കിൽ നമ്മുടെ യൂറിൻ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറയും ഡോക്ടർ, അല്ലെ? അങ്ങനെ ഒരുപാട് ഇപ്പൊ നല്ല പനിയായിട്ട്, നല്ലോണം പനി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് പെത്തോജൻസ്, രോഗാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ ബോഡിയിലേക്ക് പെത്തോജൻ കയറിയിട്ടുള്ളൂ, 1-2 ഒക്കെ ഉള്ളൂ, വളരെ കുറച്ച് എമൗണ്ടിലെ പെത്തോജൻ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലഡും യൂറിനും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റില്ല. ഏർലി ടൈമിൽ, അതായത് രോഗകാരി ബോഡിയിലേക്ക് കയറിയ തുടക്ക സമയങ്ങളിൽ ഈ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്താൽ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ പെത്തോജന്റെ അളവ് വളരെ കൂടി കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോഡി നിറച്ചും പടർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഈ ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏർലി ആയിട്ട്, തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയഗ്നോസിസ്, അല്ലെ? അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഠിക്കാനുള്ളതെന്നുണ്ട് നോക്കാം നമുക്ക്. ആദ്യം തന്നെ എന്താണ് മോളിക്കുലാർ ഡയഗ്നോസിസ് ഉണ്ട്? കൺവെൻഷണൽ മെത്തേഡ് ഡയഗ്നോസിസ് സച്ച് ആസ് സെറം ഓർ യൂറിൻ അനാലിസിസ് ഇസ് നോട്ട് സഫിഷ്യന്റ് ഫോർ ദ ഏർലി ഡിറ്റക്ഷൻ ഡിസീസ് കോസ്ഡ് ബൈ ദ പെത്തോജൻസ് ആൻഡ് വൈറസ്. സിമ്പിൾ അല്ലേ? അല്ലെ? കൺവെൻഷണൽ മെത്തേഡ്, പുരാതനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സെറം അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ഒന്നും ഏർലി ഡിറ്റക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് ഇനി ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റീകോമ്പിനന്റ് DNA ടെക്നോളജി ഉപയോഗിക്കാം, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ PCR ഉപയോഗിക്കാം, പിന്നെ ഏതാ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു, HIV പേഷ്യൻസിലൊക്കെ എലിസ ഉപയോഗിക്കാം. ലാസ്റ്റ് വേണം ഏതാണ്? ഓട്ടോ റേഡിയോഗ്രഫി. ഇതിനെപ്പറ്റി ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് PCR പഠിക്കാനുണ്ട്, ഓട്ടോ റേഡിയോഗ്രഫി പഠിക്കാനുണ്ട്. ഇത് രണ്ടും ടീച്ചർ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്. ഓട്ടോ റേഡിയോഗ്രഫി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. പിന്നെ PCR പഠിക്കണം. ഓക്കെ, അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അടുത്ത ചോദ്യം, വാട്ട് ആർ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? മെൻഷൻ എനി 1 മെറിറ്റ് ഓഫ് GM പ്ലാന്റ്സ്. എന്താണ് GM? എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? എന്താണ്? ഓർമ്മയുണ്ടോ? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. An organism whose genetic material is altered is called a genetically modified organism. ആ പേര് തന്നെ അല്ലേ, ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ളത്, അതിന്റെ ജനിതകപരമായ അതിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ജീവിയെ വിളിക്കുന്ന പേരാണെന്ത്? GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, അല്ലെ? ആ പേര് തന്നെയുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? an organism whose genetic material is altered. ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ചേഞ്ച് ചെയ്തു. ആ ഓർഗാനിസത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ജനറ്റിക്കലി മോഡിഫൈഡ്. എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട് കേട്ടോ GMOടെ. എന്താണ് GMOടെ എക്സ്പാൻഷൻ? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഓക്കെ, ഇനി എന്താണ്, എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. എന്താണ്? മേക്ക് ക്രോപ്സ് ടോളറന്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. എന്ന് വെച്ചാൽ എന്താ? ഈ വെള്ളപ്പൊക്കം, ഉയർന്ന ചൂട്, നല്ല വെള്ളമൊക്കെ അല്ലെങ്കിൽ നല്ല കാറ്റ്, മഴ, ഇതിനൊക്കെ എതിർക്കാനുള്ള കഴിവ് എന്ത് ചെയ്തു കൊടുക്കും? നമ്മൾ ഈ ചെടികൾക്ക് ജനിതകപരമായി വെച്ചു കൊടുക്കും. അതിനുപയോഗിക്കാം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ? ഡെവലപ്പ് പെസ്റ്റ് റെസിസ്റ്റന്റ്. ചില ചെടികളെ വളരെയധികം ഉപദ്രവിക്കുന്ന പെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ജനിതകപരമായിട്ട് ഈ ചെടികൾക്ക് അതിന് റെസിസ്റ്റൻസ് നമ്മൾ വെച്ചു കൊടുക്കാണ്, ജീനിൽ വെച്ചു കൊടുക്കാണ്. അപ്പൊ പിന്നെ ആ പെസ്റ്റുകൾക്ക് അതിന് ഉപദ്രവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ GMOയില് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എന്തും കൂടി ഉണ്ട്? പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട്. ഓക്കെ, അവർക്ക് നമ്മൾ എന്ത് ചെയ്യും? പെസ്റ്റിനെ എതിർക്കാനുള്ള ജീനിനെ വെച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ എന്താ അവിടെ ചെയ്യണം? ശരിക്കും ജനറ്റിക്കലി അവരെന്ത് ചെയ്യാണ്? മോഡിഫൈ ചെയ്യാണ്, അല്ലെ? അപ്പൊ രണ്ടാമത്തേത് എന്താണ്? പെസ്റ്റ് റെസിസ്റ്റൻസ്. ഈ കീടാണുക്കളോടൊക്കെ അല്ലെങ്കിൽ ഈ പ്രാണികൾ ഇങ്ങനത്തെ അവർ ഉപദ്രവിക്കുന്ന ആളുകൾക്കെതിരെയുള്ള റെസിസ്റ്റൻസ് വെച്ചു കൊടുക്കും.
ജനിതകപരമായിട്ട്. മൂന്നാമത്തെ എന്താ, ഹെൽപ്പ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്. ഇത് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ശേഷം. ഹാർവെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹാർവെസ്റ്റേഷൻ വിളവെടുപ്പ് അല്ലെ. അപ്പൊ ഈ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വിളവെടുപ്പിന് ശേഷമുള്ള എന്തിനെ തടയുക, ലോസിനെ തടയുക. അതായത് ഇപ്പൊ ഒരു നമ്മുടെ വെജിറ്റബിൾസ്, ഇപ്പൊ ബെസ്റ്റ് ആയിട്ട് നമ്മുടെ തക്കാളി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഫ്രിഡ്ജ് കേടായിരിക്കും വിചാരിക്കാം, എത്ര ദിവസം ഇരിക്കും, മാക്സിമം 2-3 ദിവസം, അതിൽ കൂടുതൽ ഇരിക്കോ ഇല്ല. അപ്പൊ എന്താ ചെയ്യാന്നറിയോ, ഇത്തരത്തിലുള്ള പച്ചക്കറികളിലോ വെജിറ്റബിൾസിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിലോ ഒക്കെ ഒരുപാട് നാള് ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള ജീനിന് നമ്മൾ വെച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താ, കുറെ നാളിങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പൊ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് നമുക്ക് എന്ത് ചെയ്യാം, തടയാം. അതായത് വിളവെടുപ്പിന് ശേഷമുള്ള പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയെ നമുക്ക് തടയാൻ പറ്റും. എന്ത് വഴി, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന ഒരു കൺസെപ്റ്റ് വഴി. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്തെടുത്തു. അടുത്തത് എൻഹാൻസ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്. ഇപ്പൊ നമ്മൾ ഡെയിലി എടുക്കുന്ന ഭക്ഷണമാണ് എന്ത് റൈസ് അല്ലെ. അതിൽ എന്താ ഉള്ളത്, കാർബാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പൊ ആലോചിക്കും, ഡെയിലി നമ്മൾ റൈസ് കഴിക്കണം, അതിൽ കുറച്ചുകൂടെ നല്ല ന്യൂട്രീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം വഴി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഒരു ഫുഡിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് എക്സ്ട്രാ വെച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് ആ ന്യൂട്രീഷൻ കൊടുക്കുന്ന ജീനിനെ ആ പ്ലാന്റിലേക്ക് വെച്ചു കൊടുത്താൽ പോരെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു എക്സാമ്പിൾ ആണ് എന്ത്, വൈറ്റമിൻ എ എൻറിച്ച്ഡ് ഗോൾഡൻ റൈസ് ആണ്. എന്താ, റൈസിൽ ഇപ്പൊ ചോറിൽ നമ്മൾ പ്രധാനമായിട്ട് കാർബാണുള്ളത്. പക്ഷെ എന്താ ചെയ്തതെന്നറിയോ, ഈ ചോറിൽ അല്ലെങ്കിൽ ഈ റൈസിൽ വൈറ്റമിൻ എ ഉണ്ടാവും. ഓക്കെ, നമുക്ക് വൈറ്റമിൻ എ കിട്ടും ഈ റൈസ് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ. ശരിക്കും റൈസിൽ എന്തില്ല, വൈറ്റമിൻ എ ഇല്ല. നമ്മൾ ജനിതകപരമായി എന്ത് ചെയ്തു, ആ റൈസ് പ്ലാന്റിൽ മാറ്റം വരുത്തി മോഡിഫൈ ചെയ്തു. എങ്ങനെയാ മോഡിഫൈ ചെയ്തത്, വൈറ്റമിൻ എ കൊടുക്കാൻ പറ്റിയ ജീനിനെ ആ ചെടിയിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന അരിയിലെല്ലാം എന്തുണ്ടാകും, വൈറ്റമിൻ എ ഉണ്ടാവും. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഫുഡ് ഐറ്റത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും മിനറൽസോ ന്യൂട്രിയൻസോ ഒക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ GMO വഴി കൊടുക്കാം. ഓക്കെ അല്ലേ. അടുത്തത് ഏതാ, ഇൻക്രീസ് ഡെഫിഷ്യൻസി ആൻഡ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. ചില ചെടികൾക്ക് എന്തിനുള്ള കഴിവുണ്ടാവില്ല, മിനറൽസ് ഒക്കെ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് അത് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല, എഫിഷ്യൻസി ഉണ്ടാവില്ല. നമുക്ക് GMO വഴി, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം വഴി അവരുടെ ജനിതകപരമായിട്ട് കൂടുതൽ മിനറൽസിനെ വലിച്ചെടുക്കാനുള്ള കഴിവ്, നമുക്ക് അതിനുള്ള കഴിവുള്ള ജീനുകളെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റും, ആ ഒരു കഴിവ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്ലാന്റ്സിൽ GMO, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് ഉള്ളത്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ് എഴുതേണ്ടത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ, സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് GAEC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. എന്താണ്, ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിലേക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് വിറ്റ് കാശാക്കാനൊന്നും പറ്റില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റിയുടെ മുമ്പിൽ നമ്മളത് എന്ത് ചെയ്യണം, സമർപ്പിക്കണം. എന്നിട്ട് അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രധാനമായിട്ട് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. നമ്മൾ ചെയ്ത റിസർച്ചിന് വാലിഡിറ്റി ഉണ്ടോ, എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. ഉപകാരം ഉണ്ടെങ്കിൽ അവർ ഓക്കെ പറയും. ഓക്കെ, അടുത്തത് ഏതാ, എന്താണ്, സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് GM ഓർഗാനിസം ഫോർ പബ്ലിക് സർവീസസ്. അവർ ചെക്ക് ചെയ്യും എന്തെങ്കിലും സേഫ്റ്റി പ്രശ്നങ്ങൾ ഉണ്ടോ, നമ്മൾ ഈ കണ്ടുപിടിച്ച പുതിയ പ്രൊഡക്റ്റ് കൊണ്ട് പബ്ലിക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണോ നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ അവർ ഒരിക്കലും അതിന് എന്ത് ചെയ്യില്ല, പെർമിറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ സേഫ്റ്റി അവർ എൻഷുർ ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കണ്ടുപിടിച്ച സാധനത്തിന് നമുക്ക് പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ കമ്മിറ്റിയുടെ കാര്യം. അടുത്ത ചോദ്യം, transgenic animals are produced to obtain biological products. Name the human protein obtained from transgenic animal used to treat emphysema. എന്താണ് ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് ജനറ്റിക് എഞ്ചിനീയർ, അതായത് ഒരു ജീവിയുടെ ബോഡിയിലേക്ക് ഒരു ഫോറിൻ DNA വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ജീവിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ട്രാൻസ്ജെനിക് അനിമൽ അല്ലെ. ആദ്യമായിട്ട് ഫസ്റ്റത്തെ ട്രാൻസ്ജെനിക് അനിമൽ ഏതാണ്, റോസി കൗ അല്ലെ, റോസി പശുവാണ് നമ്മുടെ ആദ്യത്തെ ട്രാൻസ്ജെനിക് അനിമൽ. ഇനി എന്താണ്, എംഫസിമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ജെനിക് പ്രൊഡക്റ്റ് ഏതാണ്? ഒരു ട്രാൻസ്ജെനിക് അനിമലിൽ നിന്നാണ് നമ്മൾ ഈ എംഫസിമ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനെ ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചെടുത്തത്. പ്രോട്ടീന്റെ പേരെന്താ, ആൽഫ ആന്റിട്രിപ്സിൻ. എന്താണ്, ആൽഫ ആന്റിട്രിപ്സിൻ. എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എംഫസിമ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്, ഒരു ട്രാൻസ്ജെനിക് അനിമലിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്ത ഹ്യൂമൻ പ്രോട്ടീന്റെ പേരാണ് എന്താ, ആൽഫ ആന്റിട്രിപ്സിൻ. എംഫസിമ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്, നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക്, റൈറ്റ് ദ പെക്യുലാരിറ്റി ഓഫ് ഇറ്റ്സ്.
ഒന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞു, ആദ്യമായിട്ട് കണ്ടുപിടിച്ച ട്രാൻസ്ജെനിക് കൗ ഏതാണ്? റോസി കൗ, റോസി പശു. നമ്മുടെ അവന്റെ പാലിന് എന്താ പ്രത്യേകത? അതായത് പണ്ട് കാലങ്ങളിലൊക്കെ, ആദ്യം തുടക്ക കാലങ്ങളിലൊക്കെ എന്താണ്, പ്രസവ സമയത്ത് അമ്മമാര് മരിച്ചു പോകുന്നത് വളരെ സാധാരണമായിട്ടൊരു കാര്യമായിരുന്നു. ഇത്രത്തോളം ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് കിട്ടില്ല? അമ്മയുടെ മുലപ്പാല് കിട്ടില്ല, അല്ലെ? ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോ നമ്മള് ഈ റോസി പശുവിന്റെ മിൽക്കിന് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ ബോഡിയിൽ മുലപ്പാലിലുള്ള ഒരു പ്രോട്ടീൻ എന്തുണ്ട്? ഈ കവിന്റെ പ്രോട്ടീൻ ഈ കവിന്റെ പാലില് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ കവിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഹ്യൂമൻ മിൽക്കിലുള്ള മിക്ക കണ്ടന്റുകളും ആരുടെ പാലിലുണ്ട്? ഈ റോസി കവിന്റെ പാലിലുണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ആണ്. ഒരു ഹ്യൂമൻ ബേബിക്ക്, കുഞ്ഞുവാവിക്ക് ഈ കവിന്റെ മിൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ എന്താണ്, ഹ്യൂമൻ മിൽക്കുമായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള പാലാണ് ആരുടേത്? നമ്മുടെ റോസി കവിന്റേത്. ഓക്കെ, പ്രധാനമായിട്ടും ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ, ഹ്യൂമൻ പ്രോട്ടീൻ ആരുടെ ബോഡിയിലുണ്ട്? ആരുടെ മിൽക്കിലുണ്ട്? നമ്മുടെ റോസി കവിന്റെ മിൽക്കിലുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ പെക്യൂലിയാരിറ്റി? മിൽക്കിന്റെ പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹ്യൂമൻ മിൽക്കുമായിട്ട് വളരെയധികം സാദൃശ്യമുള്ള മിൽക്കാണ് ആർക്കുള്ളത്? നമ്മുടെ റോസി കവിനുള്ളത്. അവന്റെ ബോഡിയിൽ, ആ കവിന്റെ ബോഡിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന മിൽക്കില് ഏത് പ്രോട്ടീൻ ഉണ്ട്? ആൽഫ ലാക്ടാൽബുമിൻ ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മൾ റോസി കവിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് അടുത്ത ചോദ്യം? വാട്ട് ഈസ് ജീൻ തെറാപ്പി? ഹൗ ADA ഡെഫിഷ്യൻസി ഡിസോർഡർ occur? സജസ്റ്റ് എ ട്രീറ്റ്മെന്റ് മെത്തേഡ് ടു ADA ഡെഫിഷ്യൻസി. സിമ്പിൾ ആണ്. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ജനിതകപരമായ രോഗങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തെറാപ്പിയാണ് എന്ത്? ജീൻ തെറാപ്പി. ഇപ്പൊ ഒരാളുടെ ജീനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ജീനിനെ മാറ്റി പുതിയ ജീനിനെ വെച്ചു കൊടുക്കുന്ന ആ ഒരു ടെക്നിക്കിനെ, ആ ഒരു തെറാപ്പിനെ വിളിക്കുന്ന പേരാണ് എന്താ? ജീൻ തെറാപ്പി. എന്താണ് ADA ഡെഫിഷ്യൻസി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറഞ്ഞ എൻസൈം ബോഡിയിൽ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി, ആ ഒരു എൻസൈമിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗത്തെ വിളിക്കുന്ന പേരാണ് എന്താ? ADA ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പൊ ഈ ADA, ഈ അഡിനോസിൻ ഡി അമിനേസിന്റെ ഷോർട്ട് ഫോം ആണ് ADA. അപ്പൊ ഈ ADA എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ജീൻ ആ പേഷ്യന്റിന്റെ ബോഡിയിൽ ഉണ്ടാവില്ല. ആ ജീൻ ഇല്ലാത്തത് കൊണ്ട് ആ എൻസൈം ഉണ്ടാവില്ല. ആ രോഗത്തെ വിളിക്കുന്ന പേരെന്താണ്? അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ADA ഡെഫിഷ്യൻസി. ഓക്കെ, ഇനി അടുത്തത് എന്താ ക്വസ്റ്റ്യൻ? സജസ്റ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ് ഫോർ ADA ഡെഫിഷ്യൻസി. സിമ്പിൾ ആണ്. ഒന്നാമത്തത് എന്താണ്? ആദ്യം അതിന്റെ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഗിവൺ ഇൻ 1919 to a 4 years old girl with ADA deficiency. ആദ്യമായിട്ട് ചെയ്ത ജീൻ തെറാപ്പി ഏത് വർഷമാണ്? 1990 ഒരു 4 വയസ്സുള്ള കുട്ടിയിലാണ്. കുട്ടിയുടെ രോഗം എന്തായിരുന്നു? ADA ഡെഫിഷ്യൻസി. ഈ എൻസൈം ഉണ്ടായിരുന്നില്ല. ഇനി എന്താണ് ADA ഡെഫിഷ്യൻസി? ഈസ് ഡ്യൂ ടു ദ ഡിലീഷൻ ഓഫ് ജീൻ ആണ്, ജീൻ ഫോർ അഡിനോസിൻ ഡിഅമിനേസ് എൻസൈം. അഡിനോസിൻ ഡിഅമിനേസ് എൻസൈം ഉത്പാദിപ്പിക്കാൻ കാരണമായിട്ടുള്ള ജീൻ ആ കുട്ടിയുടെ ബോഡിയിൽ ഇല്ല. അപ്പൊ ADA ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ADA എൻസൈം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ജീൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി. തെറ്റല്ലേ? ഇനി അടുത്ത എന്താ? ജീൻ തെറാപ്പി. ഓക്കെ, ഇനി എന്താണ് ട്രീറ്റ്മെന്റ്? ADA ഡെഫിഷ്യൻസിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് കുട്ടിയിൽ 3 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്നാമത് നമ്മുടെ എന്ത് ചെയ്തു? എൻസൈം, നമ്മുടെ ഈ അഡിനോസിൻ ഡിഅമിനേസ് കുട്ടിയുടെ ബോഡിയിലേക്ക് കുത്തിവെച്ചു കൊടുത്തു. ഓക്കെ, മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, അല്ലെ? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി. ഏറ്റവും അവസാനം ചെയ്ത ടെക്നിക്കാണ് എന്ത്? ജീൻ തെറാപ്പി. ആ ജീൻ തെറാപ്പിയുടെ സ്റ്റെപ്പ് ടീച്ചർ ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നോട്ടിൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോ ട്രീറ്റ്മെന്റ് ഒന്നാമത് എന്ത് ചെയ്തു? കുട്ടിയുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തു. ആ ബ്ലഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ലിംഫോസൈറ്റ് കളക്ട് ചെയ്തു. ഈ ലിംഫോസൈറ്റിന് നമ്മൾ ഒരു ഇൻവിട്രോ കൾച്ചറിങ് നടത്തി, ലാബിൽ വെച്ചിട്ട് ഒരുപാട് ഉത്പാദിപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ ADA, നമ്മുടെ അഡിനോസിൻ ഡിഅമിനേസ് ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ജീനുകളെ ഈ ലിംഫോസൈറ്റിലേക്ക് വെച്ചു കൊടുത്തു. ഓക്കെ, ഏത് വെക്ടർ ആണ് ഉപയോഗിക്കുക? റിട്രോ വൈറസ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താ? ഇവിടെ ഹ്യൂമൻ സെല്ലാണ്. ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിലുള്ള ഒരു സെല്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനിമൽ സെല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടർ എപ്പോഴും എന്താണ്? റിട്രോ വൈറസ് ആണ്. അപ്പൊ റിട്രോ വൈറസ് ഉപയോഗിച്ചിട്ട് ADA ജീൻ അല്ലെങ്കിൽ അഡിനോസിൻ ഡിഅമിനേസ് ഉത്പാദിപ്പിക്കുന്ന ജീനിനെ നമ്മൾ ഈ ലിംഫോസൈറ്റിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ഈ ലിംഫോസൈറ്റിനെ തിരിച്ച് നമ്മൾ എവിടേക്ക്? കുട്ടിയുടെ ബോഡിയിലേക്ക് കടത്തിവിട്ടു. അപ്പൊ എന്താ ഗുണം? പിന്നെ ആ ബോഡിയിൽ എന്തുണ്ടായിക്കോളും? അഡിനോസിൻ ഡിഅമിനേസ് ഉണ്ടായിക്കോളും. കാരണം ആ ജീനിന് നമ്മൾ വെച്ചു കൊടുത്തില്ലേ ലിംഫോസൈറ്റിന്റെ ഉള്ളിൽ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ലിംഫോസൈറ്റ് അഡിനോസിൻ ഡിഅമിനേസിന്റെ ജീനിനെ വെച്ചു കൊടുക്കുക, ലിംഫോസൈറ്റിന്റെ ബോഡിയിലേക്ക് കടത്തിവിടുക. ലിംഫോസൈറ്റിന്റെ ലൈഫ് സ്പാൻ കഴിയുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ നശിച്ചു പോകും. പിന്നെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഒരു പെർമനന്റ് ക്യൂർ കിട്ടണമെങ്കിൽ ഏത് പ്രായത്തിൽ കണ്ടുപിടിക്കണം? ഏർലി ഡയഗ്നോസിസ്, അതായത് നമ്മുടെ എംബ്രിയോ ആയിരിക്കും അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം.
ഓക്കെ, മനസ്സിലായോ? ഇതാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. AD ഡെഫിഷ്യൻസി പഠിക്കാതെ ആരും എക്സാമിന് പോകരുത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. BT cotton is a transgenic plant. What does BT stands for? നമ്മൾ പറഞ്ഞു BT എന്താ BT എന്ന് പറഞ്ഞാൽ എന്താ? Bacillus thuringiensis. Okay, Bacillus thuringiensis. Explain the mechanism insect resistant BT cotton. എന്താണ്, ഓർമ്മയുണ്ടോ? എന്താണ് ആക്ടിവിറ്റി ഓഫ് BT ടോക്സിൻ? ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് വട്ടം പഠിച്ച ടോപ്പിക്കാണ്. ഓർമ്മയില്ലേ? ഫസ്റ്റ് എന്താ ചെയ്തേ? BT ടോക്സിൻ ബാക്ടീരിയയുടെ ഉള്ളിൽ ഇനാക്റ്റീവ് ആയിട്ടാണ്. അതായത് ഈ ബാസിലസ് തുരൻജുനിസിസ് എന്ന് പറഞ്ഞ ഇത് രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പഠിച്ചതല്ലേ. ബാസിലസ് തുരൻജുനിസിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ ബോഡിയിൽ ഒരു ക്രൈജീൻ എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ട്. ഈ ക്രൈജീനിന് ഒരു ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ടോക്സിന്റെ പേരാണ് എന്ത്? ക്രൈടോക്സിൻ അഥവാ BT ടോക്സിൻ. ഈ ടോക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ടോക്സിൻ പുഴുക്കൾ കഴിച്ചു കഴിഞ്ഞാല് ഈ പുഴുക്കളുടെ ബോഡിയിൽ, അവരുടെ വയറില് ഈ ടോക്സിൻ റിലീസ് ചെയ്യപ്പെട്ട അവരുടെ വയറിലെ സെല്ലുകളൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ആ പുഴുക്കൾ എന്തായി പോകും? ചത്തും. അപ്പൊ നമ്മുടെ കോട്ടൺ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടൺ പ്ലാന്റിന് ആര് വന്ന് തിന്നോണ്ടിരിക്കുക? പുഴുക്കൾ വന്ന് തിന്നോണ്ടേയിരിക്കുക. അപ്പൊ ഈ പുഴുക്കളെ നശിപ്പിക്കാൻ വേണ്ടി എന്തിനുപയോഗിച്ചാൽ മതി? ഈ ക്രൈ ടോക്സിനെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ പുഴുക്കൾ വന്ന് തിന്നുമ്പോൾ ഈ ക്രൈ ടോക്സിൻ അവരുടെ വയലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ വയറ് പൊട്ടിയവർ ചത്തും അല്ലെ. അപ്പൊ അവരത് ഉപയോഗിച്ചത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ BT കോട്ടൺ പ്ലാന്റിലേക്ക് എന്തിനെ വെച്ചു കൊടുത്തു? ക്രൈജീനിനെ വെച്ചു കൊടുത്തു. എന്തിനെ വെച്ചു കൊടുത്തു? ക്രൈജീനിനെ വെച്ചു കൊടുത്തു. ഈ ക്രൈജീനിനെ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? ക്രൈടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാണ്ട് നമ്മുടെ പുഴു വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ BT പ്ലാന്റിനെ കടിക്കുമ്പോ തന്നെ എന്ത് ചെയ്യും? ക്രൈജീൻ ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ക്രൈടോക്സിനെ പ്രൊഡ്യൂസ്. ഈ ക്രൈടോക്സിൻ ആരുടെ അകത്തേക്ക് കയറും? പുഴുവിന്റെ ബോഡിയിലേക്ക് കയറും. പുഴുവിന്റെ ബോഡിയിൽ ഒരു പ്രത്യേകതയുണ്ട്, അവന്റെ ബോഡിയിൽ ആൽക്കലൈൻ pH ആണുള്ളത്. ഏതാണ് pH? ആൽക്കലൈൻ. അപ്പൊ ആൽക്കലൈൻ pH ആയതുകൊണ്ട് ആൽക്കലൈൻ pHല് നമ്മുടെ ക്രൈടോക്സിൻ എന്താകും? ആക്റ്റീവ് ആകും. അങ്ങനെ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ ഇവന്റെ വയറിലുള്ള ഗട്ടിലുള്ള സെല്ലുകളിൽ പോയിട്ട് ഇത് ബൈൻഡ് ചെയ്തിട്ട് അവന്മാരെ ബ്രേക്ക് ചെയ്യും. വയറ് പൊട്ടി ആര് ചത്തുപോകും? ചത്തുപോകും. അപ്പൊ അങ്ങനെ പതിയെ ഇവന്മാര് ആരെ എഫക്ട് ചെയ്യാതായി? നമ്മുടെ കോട്ടൺ പ്ലാന്റിനെ ഉപദ്രവിക്കാതെ. ഇതാണ് BT കോട്ടന്റെ പ്രിൻസിപ്പിൾ. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ, ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഒരു ലീഫ് എടുത്ത് കഴിച്ചിട്ട് നമുക്ക് എന്താ, നമ്മുടെ വയറ് പൊട്ടി നമ്മൾ ചത്തുപോകും? ഇല്ല. കാരണം എന്താ? നമ്മുടെ ബോഡിയിൽ ഏതാ pH? pH ആണ്. അസിഡിക് pHൽ ആര് ആക്റ്റീവ് അല്ല? BT ടോക്സിൻ അല്ലെങ്കിൽ ക്രൈടോക്സിൻ എന്തല്ല? ആക്റ്റീവ് അല്ല. ഇനി ഈ ചെടി നശിച്ചു പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി ചെടിയില് ഈ BT ടോക്സിൻ ഇരിക്കുന്നു പറഞ്ഞിട്ട് ചെടിക്ക് വല്ല കുഴപ്പമൊന്നും ഇല്ല. ചെടിയുടെ ബോഡിയിലും ഈ ടോക്സിൻ എന്താണ്? ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൂടാതെ ഈ ക്രൈജീനും ഈ ക്രൈടോക്സിൻ ഒക്കെ ഉള്ള, ഈ BT ടോക്സിൻ ഒക്കെ ഉള്ള നമ്മുടെ ബാസിലസ് തുരൻജുനിസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവരുടെ ബോഡിയിലൊക്കെ ഇതെങ്ങനെയായിരിക്കുന്നത്? ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആരുടെ ബോഡിയിൽ മാത്രമാണ് ഇത് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്? ഇവിടെ പുഴുവിന്റെ ബോഡിയിൽ. കാരണം എന്താ? പുഴുവിന്റെ ബോഡിയിലുള്ള pH ഏതാണ്? ആൽക്കലൈൻ pH ആണ്. അപ്പൊ ആൽക്കലൈൻ pHലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ക്രൈടോക്സിൻ എന്താകും? ആക്റ്റീവ് ആകും. എന്നിട്ട് ഗട്ട്സ് എല്ലാം ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് പോകും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് 1 എന്താ? The BT toxins produced by the bacteria is in inactive state called protoxin. ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാമത്തത് എന്താണ്? This inactive protoxin converted into active toxin when ingested by the insect. എന്താകും? ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഈ ടോക്സിൻ എന്ത് ചെയ്യും? ഈ പുഴുവിന്റെ ബോഡിയിലേക്ക്, പുഴു കഴിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ആക്റ്റീവ് ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് ആക്റ്റീവ് ആവുന്നേ? ദിസ് കൺവേർഷൻ ഈസ് മീഡിയേറ്റഡ് ബൈ ദ ആൽക്കലൈൻ pH ഓഫ് ഇൻസെക്ട്. ഇൻസെക്ടിന്റെ ഗട്ടിൽ, വയറ്റിൽ ഏതാണ് pH? ആൽക്കലൈൻ ആണ്. അതുകൊണ്ടാണ് അവിടെ എന്താവുന്നത്? ആക്റ്റീവ് ആവുന്നത്. അടുത്തത് എന്താ? The active BT toxin bind to the gut of the insect and causes cell breaking. This leading to the death of the insect. ഇനി പുഴുവിന്റെ ബോഡിയിലെത്തി ഇത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഇവര് ഗട്ട് സെല്ലിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താ? വയറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് സെല്ല് ബ്രേക്ക് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ BT കോട്ടനെ എന്തിനു പേടിക്കണ്ട? പുഴുക്കളെ പേടിക്കണ്ട. ഇത് കടിക്കുമ്പോ തന്നെ അവരെന്തായി പോക്കോളും? ചത്തുപോകും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. PCR and ELISA are two molecular diagnosis technique. How is PCR useful in molecular diagnosis? നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു എന്താണ് മോളിക്കുലർ ഡയഗ്നോസിസ്. ഏർലി ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്നോസിസ് മെത്തേഡ് ആണ് എന്ത്? മോളിക്കുലർ ഡയഗ്നോസിസ്. 4 നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? PCR പഠിച്ചു, ELISA പഠിച്ചു, ഓട്ടോ റേഡിയോഗ്രഫി പഠിച്ചു, പിന്നെ എന്താണ് നമ്മുടെ ബയോടെക്നോളജി, റിക്കോംബിനന്റ് DNA ടെക്നോളജി. 4 പഠിച്ചു. ഇതിൽ PCRന്റെ യൂസ്ഫുൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചർ അത് പറഞ്ഞുതരാം. എവിടെയൊക്കെയാണ് നമ്മൾ PCR ഉപയോഗിച്ചിരുന്നത്? ഓർമ്മയുണ്ടോ? എവിടേക്കാണ്? ലോ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ യൂസിങ് PCR. PCRന് എന്താണ്? ബോഡിയിൽ വളരെ കുറവ് ബാക്ടീരിയോ വൈറസോ ഉണ്ടെങ്കിൽ നമുക്ക് ആരും ഉപയോഗിക്കാം? PCRന് ഉപയോഗിച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാം. രണ്ടാമത്തേത്, ഇറ്റ് ഡിറ്റക്ട് ദ മ്യൂട്ടേഷൻ ഇൻ ദ ജീൻസ് ഇൻ ദ ക്യാൻസർ ആണ്.
ക്യാൻസർ പേഷ്യൻസിന്റെ ബോഡിയിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എന്ത് വഴി ഡിറ്റക്ട് ചെയ്യാം? PCR ഉപയോഗിച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാം. അടുത്തത് എന്താണ്? ജനറ്റിക് ഡിസോർഡേഴ്സ് ക്യാൻ ബി ഓൾസോ ഡിറ്റക്റ്റഡ് ബൈ യൂസിങ് PCR ഉപയോഗിച്ചിട്ട് നമുക്ക് ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടോ എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒരെണ്ണം കൂടിയിട്ട് അത് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടില്ല, നിങ്ങളുടെ നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ട്. നമ്മുടെ HIV പേഷ്യൻസിലും എന്തുപയോഗിച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? PCR ഉപയോഗിച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ HIV സസ്പെക്റ്റഡ് ആയിട്ടുള്ള സംശയമുള്ള ആളുകളിലും നമുക്ക് എന്തുപയോഗിക്കാം? PCR യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എലിസ? നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു, എലിസയുടെ ഫുൾ ഫോം പറഞ്ഞു, എൻസൈം ഇമ്മ്യൂണോസോർബൻസ് പ്രിൻസിപ്പിളും പറഞ്ഞു. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പൊമാറ്റോ? എന്താണ് ഓർമ്മയുണ്ടോ? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഹൗ സയന്റിസ്റ്റ് ഹാവ് ഡെവലപ്ഡ് ദിസ് പ്ലാന്റ്? ഓർമ്മയുണ്ടോ എന്താണ് പൊമാറ്റോ? പൊട്ടറ്റോയുടെ പോയും ടൊമാറ്റോയുടെ മാറ്റോയും ചേർന്ന് പൊമാറ്റോ. ഓർമ്മയുണ്ടോ? രണ്ട് ഡിഫറെന്റ് സ്പീഷീസുകളെ ചേർത്ത് വെച്ചിട്ട് പുതിയ വെറൈറ്റി ആയിട്ടുള്ള സ്പീഷീസിനെ ഉണ്ടാക്കിയെടുത്തു. ആ മെത്തേഡിനെ, ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ അല്ലെ? അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു എക്സാമ്പിൾ ആണ് എന്ത്? പൊമാറ്റോ. ഇവിടെ നമ്മൾ രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ട് എടുത്തത്, ഒരാള് പൊട്ടറ്റോ, രണ്ടാമത്തെ ആള് ടൊമാറ്റോ. ഇവര് രണ്ടു പേരെയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ആളാണ് ആര്? പൊമാറ്റോ. മക്കളെ, പൊമാറ്റോ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കിയെടുത്ത ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആണ് എന്ത്? പൊമാറ്റോ. ഇനി എങ്ങനെയാണ് ഇതെന്ന് നമുക്ക് നോക്കാം. Somatic hybridization, fusion of protoplast from two different varieties of plants with desirable characters in nutrient medium in vitro to get hybrid protoplasm. എന്താ മനസ്സിലായി? ടീച്ചർ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. അതായത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളിൽ നിന്ന് രണ്ട് ഡിഫറെന്റ് സ്പീഷീസുകളെ തമ്മിൽ ഒരുമിച്ച് ചേർത്ത് പുതിയ വെറൈറ്റി ആയിട്ടുള്ള ആളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്ത്? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇപ്പൊ ഒരു ജാക്ക് ഫ്രൂട്ടിൽ പോളിനേഷൻ നടക്കണമെങ്കിൽ ജാക്ക് ഫ്രൂട്ടിന്റെ തന്നെ എന്ത് വരണം? പോളൻഗ്രെയിൻ വന്ന് വീഴണം. അവിടെ മാംഗോയുടെ പോളൻഗ്രെയിൻ വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ പോളിനേഷൻ നടക്കോ? ഇല്ല. പക്ഷെ നമുക്ക് ഈ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴി എന്ത് സംഭവിക്കാം? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിൽ എന്ത് നടത്താം? ഫ്യൂഷൻ നടത്താം, എന്നിട്ട് പുതിയ ആളെ ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. നമ്മൾക്കിപ്പോ എക്സാമ്പിൾ പൊമാറ്റോ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പൊ പൊട്ടറ്റോയുടെ ഒരു സെൽ എടുക്കാം, ടൊമാറ്റോയുടെ ഒരു സെൽ എടുക്കാം, എന്നിട്ട് ഇവരെ രണ്ടുപേരെ എടുക്കാം. ഓക്കെ, ഇനി ഈ സെല്ലുകളുടെ പുറത്ത് എന്തുണ്ടാവും? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ സെൽ വാൾ ഉണ്ടാവും അല്ലെ? എന്നിട്ട് കുറച്ച് എന്തെങ്കിലും കെമിക്കൽസിന്റെ പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, കെമിക്കൽസ് ഒഴിച്ചു കൊടുത്ത് ഇതിന്റെ സെൽ വാൾ നമ്മൾ എന്ത് ചെയ്ത് കളഞ്ഞു? ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. സെൽ വാള് നമ്മൾ എന്ത് ചെയ്ത് കളഞ്ഞു? ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള സെൽ വാള് പോയിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. എന്താ വിളിക്കുക? പ്രോട്ടോപ്ലാസം. അപ്പൊ സെൽ വാൾ ഇല്ലാത്ത ബാക്കി ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്താ? പ്രോട്ടോപ്ലാസം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസുകളുടെ ഓരോ സിംഗിൾ സെല്ല് വീതം എടുത്തു. അതിന്റെ സെൽവാൾ എന്ത് ചെയ്തു? ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇനി സെൽവാൾ പോയിട്ടുള്ള ബാക്കിയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്താ? പ്രോട്ടോപ്ലാസം. ഇവര് രണ്ടുപേരെയും നമ്മൾ എന്ത് ചെയ്തു? ഫ്യൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഉണ്ടാവുന്നതാണ് ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസം. എന്താണുള്ളത്? ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസം. ഓക്കെ, ഇനി ഈ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസം അതിനുശേഷം അതിന് ചുറ്റും എന്ത് ഫോം ചെയ്യാൻ തുടങ്ങും? സെൽ വാൾ ഫോം ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ എന്താ വെറൈറ്റി? ഇവിടെ പൊട്ടറ്റോയുടെ സെല്ലും ടൊമാറ്റോയുടെ സെല്ലും ആണ് നമ്മൾ എടുത്തതെങ്കിൽ ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രോട്ടോപ്ലാസത്തിൽ എന്തുണ്ട്? പൊട്ടറ്റോന്റെ സെല്ലിന്റെ ഭാഗമുണ്ട്, ടൊമാറ്റോയുടെ സെല്ലിന്റെ ഭാഗമുണ്ട് അല്ലെ? എന്നിട്ട് ഇതിന് ചുറ്റും സെൽവാളൊക്കെ ഫോം ചെയ്തു, ഹൈബ്രിഡ് സെല്ലായിട്ട് മാറി. എന്നിട്ട് നമ്മൾ ഇത് ടിഷ്യൂ കൾച്ചർ വഴി അല്ലെങ്കിൽ ഇൻവിട്രോ ടെക്നിക്ക് വഴി എന്ത് ചെയ്തു? ഇതിൽ നിന്ന്, ഇതൊരു സെല്ലല്ലേ, ഒരു ചെറിയ സെല്ലിൽ നിന്ന് ഹോൾ പ്ലാന്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ടിഷ്യൂ കൾച്ചർ വഴി. ഓക്കെ, ഹോൾ പ്ലാന്റിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇവിടെ ഉണ്ടാവുന്ന ഈ പ്ലാന്റിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ചെടിയെ വിളിക്കുന്ന, പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡ്. എന്താ വിളിക്കുക? പറഞ്ഞേ, സൊമാറ്റിക് ഹൈബ്രിഡ്. ഇങ്ങനെ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ ഒരു പ്ലാന്റ് കിട്ടിയെങ്കിൽ പൊമാറ്റോ എങ്ങനെയായിരുന്നു എന്നറിയോ? ഒരു പ്ലാന്റിന്റെ തണ്ടില്, സ്റ്റെമ്മില് മൊത്തം ടൊമാറ്റോസും വേരില് മൊത്തം പൊട്ടറ്റോസും ആയിരുന്നു. ഓക്കെ, ഈ ചെടിയെ വിളിക്കുന്ന പേരാണെന്താ? പൊമാറ്റോ. കാരണം എന്താ? പൊട്ടറ്റോ ഉണ്ട്, ടൊമാറ്റോ.
അപ്പൊ ആദ്യം എന്താ ചെയ്തത്, രണ്ട് സ്പീഷീസിന്റെ സിംഗിൾ സെല്ല് വീതം എടുക്കുക, അതിന്റെ എന്ത് കളയാ, സെൽവാൾ കളയാ, എന്നിട്ട് നമുക്ക് പ്രോട്ടോപ്ലാസം കിട്ടും. എന്നിട്ട് രണ്ട് പ്രോട്ടോപ്ലാസത്തെ തമ്മിൽ എന്ത് ചെയ്തു, നമ്മൾ ഫ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസം കിട്ടി. എന്നിട്ട് ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസിന് ചുറ്റും സെൽവാൾ ഫോം ചെയ്ത് അത് ഹൈബ്രിഡ് സെല്ലായിട്ട് മാറി. ഒരു സിംഗിൾ സെല്ലിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴി അതിന് എന്താക്കി എടുക്കാൻ പറ്റും, പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റും. പ്ലാന്റ് ആക്കി എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ രണ്ട് ചെടികളുടെയും സ്വഭാവമുള്ള പുതിയൊരു വെറൈറ്റിനെ. ഈ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ പ്രത്യേകം ന്യൂട്രിയന്റ് മീഡിയംസും അവർക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ന്യൂട്രിയൻസ് മീഡിയം ഇൻ വിട്രോ കൾച്ചർ. ഇത് തോന്നിയ സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റില്ല, നല്ല വൃത്തിയുള്ള ലാബ് കണ്ടീഷനിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇൻ വിട്രോ കൾച്ചർ എന്ന് പറയുന്നത്. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ എന്താ, ലാബ് കണ്ടീഷൻ കേട്ടോ. ഓക്കെ, ടീച്ചറിവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടീച്ചർ എടുത്തുതരാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ടീച്ചർ അവസാനത്തേക്ക് വെച്ചേക്കായിരുന്നു. യെസ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കാം നമുക്ക് എന്താണ്. ഒന്നാമത്തേത് എന്താ, ബാസിലസ് തുരൻജുനിസിസ്. നമ്മൾ പഠിച്ചതാണ്. പി.ടി. കോട്ടണിലെ ആ ഒരു ബാക്ടീരിയനെ വിളിക്കുന്ന പേരാണെന്ത്, ക്രൈജീൻ എടുത്തിരിക്കുന്ന ബാക്ടീരിയനെ വിളിക്കുന്ന പേരാണെന്ത്, ബാസിലസ് തുരൻജുനിസിസ്. അപ്പൊ ഈ ബാസിലസ് തുരൻജുനിസിസ് ഏത് ജീനിൽ നിന്നാണ് എടുക്കുന്നത്, ക്രൈജീനിൽ നിന്ന്. ക്രൈജീൻ ഓക്കെ അല്ലേ. അടുത്തത് ഏതാണ്, RNA ഇന്റർഫറൻസ്. RNA ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, മെലോഡിഗനി ഇൻകോഗ്നീറ്റ. ടൊബാക്കോ പ്ലാന്റിൽ ഈ മെലോഡിഗനി ഇൻകോഗ്നീറ്റ എന്ന് പറഞ്ഞ നെമറ്റോഡ് വന്ന് എഫക്ട് ചെയ്യുന്നതിനെ എതിർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ടെക്നിക്കാണ് എന്ത്, RNA ഇന്റർഫറൻസ് അല്ലെ. അടുത്തത് ഏതാണ്, ജീൻ തെറാപ്പി. ആദ്യമായിട്ട് നമ്മൾ ഏത് രോഗത്തിനെതിരെയാണ് ജീൻ തെറാപ്പി ചെയ്തത്, ADA ഡെഫിഷ്യൻസി അല്ലെ. ADA ഡെഫിഷ്യൻസിക്കെതിരെയാണ് നമ്മൾ ആദ്യമായിട്ട് ജീൻ തെറാപ്പി ചെയ്തത്. അപ്പൊ അതിന് നിരത്തായിരിക്കും. ഇനി അവസാനം ഏതാ, ബയോപിറസി. ബയോപിറസി ഏതാ, ബസുമതി. എന്താണ് ബയോപിറസി, ഓർമ്മയുണ്ടോ? വലിയ വലിയ ഇന്റർനാഷണൽ കമ്പനീസോ അല്ലെങ്കിൽ വലിയ വലിയ രാജ്യങ്ങളൊക്കെ ബയോ റിസോഴ്സസ്, ഇപ്പൊ വേറൊരു രാജ്യത്തിന്റെ ബയോ റിസോഴ്സസ് അവർക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കാതെ അല്ലെങ്കിൽ പണം കൊടുക്കാതെ അവർ തട്ടിയെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബയോപിറസി. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ബസുമതി റൈസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ, ബസുമതി റൈസിന്റെ നേറ്റീവ് പ്ലേസ് എവിടെയാ, ഇന്ത്യയാണ് അല്ലെ. അപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, അമേരിക്കൻ കമ്പനീസ് എന്ത് ചെയ്തു, വേറെ ഒരു ഡ്വാർഫ് വെറൈറ്റി ആയിട്ട് ഒരു റൈസിന്റെ ഒരു ഡ്വാർഫ് വെറൈറ്റിയും ഈ ബസുമതി റൈസും കൂടെ ക്രോസ് ചെയ്തിട്ട് ഒരു പുതിയ വെറൈറ്റിനെ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അവരത് സെല്ല് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എന്നിട്ട് അവരതിന്റെ പ്രോഫിറ്റ് ഒക്കെ എടുത്തു. ശരിക്കും അങ്ങനെ എടുക്കാൻ പാടുണ്ടോ, ഇല്ല. അവർ സത്യത്തിൽ എന്താ ചെയ്തത്, ബസുമതി റൈസ് നമുക്ക് അവകാശപ്പെട്ടതാണ്, നമ്മുടെ ബയോ റിസോഴ്സ് ആണ്. പക്ഷെ അത് അവരെന്ത് ചെയ്തു, നമ്മളോട് ചോദിക്കാതെ നമുക്ക് പണം തരാതെ അവരെന്ത് ചെയ്തു, അവരത് തട്ടിയെടുത്തു. അപ്പൊ ഇങ്ങനെ ഒരാളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ബയോ റിസോഴ്സ് മറ്റു രാജ്യങ്ങളോ ഇന്റർനാഷണൽ കമ്പനീസോ തട്ടിയെടുക്കുന്നത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ കൃത്യമായ കോമ്പൻസേറ്ററി പേയ്മെന്റ് തരാതെ തട്ടിയെടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്താ, ബയോപിറസി. ഓക്കെ അല്ലേ. ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ എക്സാമിന് പോകരുത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് വായിക്കണം കേട്ടോ. Thank you.